ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലായിരിക്കാം, ചിലർ ഓൾറെഡി പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവാം, ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിലവിലത്തെ അവസ്ഥയിൽ അവരുടെ ഒരു എനർജി എന്താണ്, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ളൊരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Three of Cups, Fool, Two of Swords, Two of Pentacles, Seven of Wands and Six of Pentacles. ബാക്ക്ഗ്രൗണ്ടിൽ മഴയുള്ളതുകൊണ്ട് ചിലപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലാരിറ്റി കുറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടോ ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ ഒക്കെ ആയിട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇനിഷ്യൽ അട്രാക്ഷനിലോ ഒക്കെ പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ചിന്തിച്ച് തലപുണ്ണാക്കാതെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ഉണ്ടായിരുന്ന അത്രയും നാളും നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി പോകാനുള്ള ഒരു സാധ്യതയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒരു ഡീപ്പ് ലെവലിലേക്ക് വന്നപ്പോഴായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റേജിലായിരിക്കാം ഇതിനകത്തൊരു മാറ്റം സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ലാതിരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അവരായിരിക്കും ഇതിനകത്ത് കൂടുതൽ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്രോമിസസ് ഒക്കെ തന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുന്നത്. കാരണം ആ ഒരു പേഴ്സൺ അത്രയും ഈ ഒരു റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ റിലേഷൻഷിപ്പിനകത്തില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ എനർജി അവിടെ വിഡ്രോ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു പഴയ അത്രയും എനർജി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആളൊന്ന് ബാരിയർ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു വ്യക്തി വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. ഒരു പക്ഷേ നമ്മളെ കൂടെ ആ ഒരു ബന്ധം നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് കൂടുതലൊരു എഫേർട്ട് ഇടാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തൊരു പേഴ്സൺ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ ചിലപ്പോൾ തീർത്തും തളർത്തി കളഞ്ഞിട്ടുണ്ടാവാം. ഇത്രയും ഒരു കാര്യമായിട്ട് കണ്ട് മുന്നോട്ട് പോരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇവർക്ക് എന്താണ് പറ്റിയത്, ഇപ്പോൾ ഇവർക്ക് എന്താണ് ആ ഒരു പഴയ ഇൻട്രസ്റ്റ് ഇല്ലേ, എന്നോട് പഴയ സ്നേഹം ഇല്ലേ, ഇവരുടെ സ്നേഹമല്ല എവിടെ പോയി എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ളൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ഒരാളാണ് ഇതിനകത്ത് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റേ വ്യക്തി എന്ന് പറയുന്നത് അത്രയും ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ നമുക്ക് നിലവിലുള്ള ഒരു സാഹചര്യമായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു ചോയ്സോ കാര്യങ്ങളോ അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേണ്ടത്ര ഒരു ഫോക്കസ് കൊടുക്കാൻ കഴിയുന്നില്ല. ചിലവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിന് ഫോക്കസ് കൊടുക്കുന്നു, ഇതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല. ആ ഒരു രീതിയായിരിക്കാം. ചോയ്സിൻ്റെ എനർജി നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അത്രയും ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ല.
അപ്പോൾ പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അവരുടെ ഒരു എനർജി എടുക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണോ എന്താണെന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മാത്രം കൂടുതലായിട്ട് ഇവരുടെ പിന്നാലെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു പഴയ താല്പര്യം എവിടെ പോയി എന്നൊക്കെയുള്ള ഒരു തോന്നലോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഇൻറ്റഗ്രിറ്റിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയേക്കാം. അതിനുള്ളൊരു ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. Ten of Swords, Fool, Ace of Wands, Eight of Cups, High Priestess, Ace of Swords, Three of Swords, Strength, Five of Wands, Six of Swords, King of Cups, Five of Swords, Death, Eight of Wands, Three of Wands, Hanged Man, Knight of Pentacles. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് കറൻ്റ്ലി കോണ്ടാക്റ്റിൽ പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു പേഴ്സൺ വേണ്ടത്ര ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് എന്താണ് പ്ലാനിങ് എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാവില്ല. ചില സമയത്ത് സൈലൻറ്റ് നേച്ചർ ആയിരിക്കാം. ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വന്ന് സംസാരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ കലഹങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് നടന്നു എന്ന് വരാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നെല്ലാം ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളതായിരിക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ചിലപ്പോൾ വലിയൊരു ആലോചനയോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ തുടക്കത്തിലെ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഗ്രാജുവലി ആണ് ഇതിനകത്ത് ചിലപ്പോൾ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരേണ്ടുന്ന ഒരു സമയത്തോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു മറ്റൊരു ടേണിങ്ങിലേക്ക് മാറേണ്ടുന്ന ഒരു സമയത്തോ ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പിൻവലിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഈ ഒരു സ്പ്രെഡിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കാണാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവർ ഈ ഒരു തരത്തിൽ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വലുതായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഒരു അവസ്ഥയിൽ അവർ പോകുന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് ഹോണസ്റ്റായിട്ട് പറയാനായിട്ടുണ്ട്. അതിന് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥ, അവർ പിന്മാറിയോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സിനകത്ത് ആ ഒരു മിസ്റ്ററി ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും തുറന്ന് പറയാതെ വളരെ ഹൈഡിങ് ആയിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാൻ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടോപ്പിക് എടുത്ത പോലെ തന്നെ അവർ നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി. കാര്യം അവരായിട്ട് തന്നെ അത്രയും അങ്ങോട്ട് എനർജി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നൊരു അവസ്ഥ നമുക്ക് കാണുന്നില്ല. കാരണം ചിലവരാണെന്നുണ്ടെങ്കിൽ അത് എന്തോ അതിൻ്റെ വഴിക്ക് ആയിക്കോട്ടെ, എനിക്ക് ഇപ്പോൾ അതെങ്ങനെയായാലും പ്രശ്നമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അവരുടേതായിട്ടുള്ളൊരു തീരുമാനം കൊണ്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണത്. ഇപ്പോൾ ചില കേസിൽ നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വളരെയധികം പിടിമുറുക്കുന്നത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ആങ്സൈറ്റി ഫിയർ കൊണ്ടൊക്കെ
മാറി നിൽക്കേണ്ട ആൾക്കാരെ കുറിച്ച് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അകൽച്ച കാണിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നതും അവരുടേതായിട്ടുള്ള ഒരു തീരുമാനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളോട് തുറന്ന് പറയാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളായിരിക്കാം, അത് ഓപ്പണായിട്ട് പറയാനായിട്ട് അവർ തയ്യാറെടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. കാരണം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള അവരുടെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവാം, തന്ന കമ്മിറ്റ്മെൻറ്റ് പിൻവലിച്ചിട്ടുണ്ടാവാം, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം. പക്ഷേ നിലവിൽ അവർക്ക് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ മൗനമായിട്ട് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാണിച്ച് നിൽക്കാത്തതോ ഒക്കെ അതുകൊണ്ടായിരിക്കാം. നിങ്ങളാണെങ്കിലും ചോദിക്കുന്നുണ്ടാവും, എന്നോട് ഇങ്ങനെ ഇങ്ങനെ പ്രോമിസസ് തന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പം എന്തുകൊണ്ടത് പാലിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം പെയിൻഫുൾ ആണെന്നുള്ളത് നമുക്ക് ഇവിടെ എല്ലാം കാണാനായിട്ട് കഴിയുന്നൊരു കാര്യം തന്നെയാണ്. ആ ഒരു പേഴ്സൺ അതിനകത്ത് വിഷമമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയല്ല പോകേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അവർക്ക് പ്രസൻ്റ്ലി നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമാണെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള എനർജീസും ഒക്കെ വളരെ പ്രകടമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരത്തിലോ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം, കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പേരും പറഞ്ഞ് ഈ ഒരു പേഴ്സണെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന മറ്റാരുടെയെങ്കിലും ഒരു സാന്നിധ്യമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതും ഇവരിവിടെ തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാ ഇമോഷൻസും ഉള്ളിലൊതുക്കി ശാന്തമായിട്ടിരിക്കാൻ, മാക്സിമം ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളിലോടോ ഒട്ടും താല്പര്യമില്ല. ചിലപ്പോൾ മാക്സിമം ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, വളരെ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നൊരു കാം വാട്ടേഴ്സ് നമ്മൾ പറയുന്ന പോലെ അങ്ങോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകണം. ഇപ്പോൾ അതിന് പറ്റിയൊരു ടൈം അല്ല. ഇതിനകത്ത് ഒരുപാട് എതിർപ്പുകളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉള്ള ചർച്ചകളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇൻ്റർഫിയറൻസ് ആയിരിക്കാം. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പറ്റിയൊരു ടൈം അല്ല, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാനാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ടൈം അല്ല എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഇവിടെയും നമുക്ക് കാണാം നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ അത് കുറച്ചൊരു മെച്യൂറായിട്ട് ഈ ഒരു പേഴ്സൺ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്ന് അവർ നിങ്ങളോട് പറയാതിരിക്കുന്നതും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. ഇനി അതുപോലെ ചിലരുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒക്കെ, ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് നിവർത്തിച്ച് തരാൻ പറ്റാത്ത ഒരു ടൈം പീരീഡ് ആയിട്ട് നമുക്ക് കാണാം. മാത്രമല്ല അവർ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു കെട്ടുപിണഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു കൺട്രോളിങ്ങിൽ പോകാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരുന്ന ഒരു സംഗതിയാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത്രയും വലിയൊരു സംഭവം, റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്, നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയേണ്ടുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്നൊരു സമയമാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവർക്ക് ആ ഒരു സ്റ്റക്നെസ്സും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ, സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും കാണാം. അപ്പോൾ ധൃതി പിടിച്ച് ഓൾ ഓഫ് എ സഡൻ എന്നുള്ള രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള കുറച്ചൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ ടൈം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടി കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ലോയലായിട്ടുള്ള, കുറച്ചും കൂടി പെർമനൻ്റ് ആയിട്ട് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അവർക്കുണ്ട്.
അതായത് ഈ റിലേഷൻഷിപ്പിൽ കറൻലി ഒന്നും എടുത്ത് ചാടി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുത്ത് ചാടി തരാൻ തയ്യാറുള്ള ഒരു വ്യക്തിയല്ല. കുറച്ചൊരു സമയം അവർക്ക് വേണം, അല്ലെങ്കിൽ കുറച്ചൊരു സമയം എടുക്കും ആ ഒരു ലെവലിലേക്ക് ഇത് മുന്നോട്ട് പോകാൻ. നിലവിൽ നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവർക്ക് തരാനായിട്ട് പറ്റില്ല. അതിനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനോ അവർക്ക് ബുദ്ധിമുട്ട് ഇല്ല. നമ്മൾ നോക്കുമ്പോൾ ഫ്യൂച്ചറിലേക്കാണ് ആ ഒരു പേഴ്സൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കറൻലി ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കോൺടാക്റ്റ് ആയിട്ട് അങ്ങനെ പോയിക്കോട്ടെ. വലിയൊരു ബാധ്യതകളോ അല്ലെങ്കിൽ വലിയൊരു തലച്ചുമടോ എടുക്കാതെ വളരെ ഈസി ഗോയിങ് ആയിട്ട് നിലവിൽ പോകാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷനും നമുക്കിവിടെ കാണാം. ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് ആ ഒരു പേഴ്സൺ അത്ര ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് തരാനായിട്ട് പറ്റുന്ന ഒരു സമയമല്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ കാത്തിരിക്കണം. ഇപ്പോൾ അവരെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്നാൽ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അവർക്ക് കുറച്ചൊരു സ്പേസ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അത് അംഗീകരിക്കണം എന്നില്ല. അപ്പോൾ അതായിരിക്കാം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അവർക്ക് മറ്റൊരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കാനോ ഫോക്കസ് ചെയ്യാനോ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വരണം എന്ന് പറയുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരെ ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പെർമനൻറ്റ് നേച്ചർ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്നൊരു സമയത്താണ് അവർ ഇതിനകത്ത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്ന ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പം ആവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പഴയ പാറ്റേൺ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് കൂടുതലും പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ വീണ്ടും നമ്മൾ എന്താ പറയുക പാസ്റ്റിനെ ഡിഗ് ചെയ്യാന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം വേണം, അല്ലെങ്കിൽ ഒരു തുടക്കം വേണം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയിലല്ല, ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു എനർജിയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, നോ കോൺടാക്റ്റ് ആണെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും അവർ ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കാം അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നമുക്കിവിടെ കാണാൻ നല്ലതാണ്. തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്റ്റിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ കോൺടാക്റ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ മാരേജൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഉടനടി ചാടി പുറപ്പെടാൻ പറ്റുന്ന ഒരു എനർജി അല്ല ഇവരുടേതായിട്ട് കാണുന്നത്. പെട്ടെന്ന് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചാൽ മതി. അതിനകത്തൊരു തടസ്സമില്ലാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അല്ല കമ്മിറ്റ്മെൻ്റ് ആണ്, എനിക്ക് മസ്റ്റാണ്, അതാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്നവർക്ക് അത്രയധികം ഇത് താല്പര്യപ്പെടില്ല. കാരണം ആ ഒരു പേഴ്സൺ ഇതൊരു പെൻഡിങ്ങിൽ വെക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കുറച്ചൊരു സമയം എടുക്കുമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെയും നമുക്കൊരു ഒരു ഫേക്കായിട്ട് പറയുന്നതായിട്ടല്ല തോന്നുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ലോയലായിട്ട് എടുത്തൊരു തീരുമാനമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഗ്വാദത്തിനോ അല്ലെങ്കിൽ തർക്കത്തിനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷസിനൊന്നും ഈ ഒരു പേഴ്സൺ റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് നിങ്ങളെ കൂടി കൺവിൻസ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തുടരാം എന്നുള്ള ഒരു എനർജി ആയിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്കിതുപോലെ ഭാവിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നില്ല. എന്നാൽ നിങ്ങളോട് ബെഗ് ചെയ്ത് വരാനായിട്ട് പോകുന്നില്ല. ഒരു സൈലൻ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റം വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അവർ അയ്യോ എന്നെ വിട്ട് പോകരുതെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് ബെഗ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല. അതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അവർ അവരുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 8, നമ്പർ 12 ആൻഡ് നമ്പർ 13. ഇതുപോലെ ഇവിടെ വാട്ടർ സയൻസ് ആണ് കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, അക്വേറിയസ് ആൻഡ് ലിയോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പോൾ നിലവിലെ റിലേഷൻഷിപ്പിനകത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ആ ഒരു എനർജി ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറച്ചൊരു അകൽച്ച കാണിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെയുള്ളവരുടെ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു ചിന്താഗതി ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നിലവിൽ ഇതൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫ്രീഡം അവർക്ക് വേണം. ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും, സ്പേസ് വേണം എന്നുള്ളൊരു എനർജി നമുക്കിതിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.